മൂക്കാതെ പഴുത്താൽ കുറെ പ്രശ്നങ്ങളുണ്ടാവും. അതാണോ എന്നുള്ളത് CPM നേതൃത്വം വിലയിരുത്തട്ടെ. അത്രയും പറയുന്നേ. തുടർച്ചയായിട്ട് ഏറ്റുമുട്ടലിൽ ശ്രമിക്കുന്നത് എന്തിനാണ്? അത് രണ്ട് കാര്യമാണ്. അദ്ദേഹത്തിന് CPM-ന്റെ നിയന്ത്രണമല്ലേ ജില്ലയുടെ. വലിയ ആഭ്യന്തര പ്രശ്നത്തിലൂടെ പോവുക, വഴക്ക് ആഭ്യന്തര പ്രശ്നത്തിലൂടെ പോവുകയാണ്. ആ ആഭ്യന്തര പ്രശ്നത്തിൽ നിന്ന് ശ്രദ്ധ തിരിച്ച് ഞാനൊരു ഏറ്റുമുട്ടലിന്റെ വീരനാണെന്ന് ഞങ്ങളുടെ മേലെ കയറി കൈകാര്യം ചെയ്യാം എന്നുള്ളതാണ് തുടർച്ചയായ സ്റ്റേറ്റ്മെന്റാ. അദ്ദേഹം പറഞ്ഞു ഇദ്ദേഹം വൈകാരികമായി സംസാരിക്കുന്നു. ഏത് ഈ ചുരം വിഷയത്തിൽ വൈകാരികമായി പ്രതികരിക്കൂലേ? അദ്ദേഹത്തിന് വികാരം ഉണ്ടാവില്ല, എനിക്ക് വികാരമുണ്ട്. ആ വികാരത്തിന് അനുസരിച്ചാണ് ഞാൻ പ്രതികരിച്ചത്. അത് ജനങ്ങളുടെ പ്രശ്നമാണ്. തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധി ജനങ്ങളുടെ വിഷമം കാണുമ്പോൾ, എന്റെ സ്വയം പ്രശ്നം കാണുമ്പോൾ, മറ്റുള്ളവരുടെ പ്രശ്നം കാണുമ്പോൾ വൈകാരികമായി പ്രതികരിക്കും. അത് സ്വാഭാവികമാണ്. അദ്ദേഹത്തിന് വികാരം ഉണ്ടാവില്ല. യാത്രാ പ്രശ്നത്തിന്റെ കാര്യത്തിലും ചുരം ഇടിയുമ്പോൾ, ചുരം താക്കുമ്പോൾ എന്തേ ഒരു മന്ത്രിമാര് ചുരത്തെ തിരിഞ്ഞു നോക്കിയോ? അദ്ദേഹം പാർട്ടി സെക്രട്ടറി അല്ലേ? തിരിഞ്ഞു നോക്കിയോ? ഒരു മന്ത്രിമാർ തിരിഞ്ഞു നോക്കി? ഇവരൊക്കെ എപ്പോഴാ പോയത്? എപ്പോഴാ തിരിഞ്ഞു നോക്കിയേ? കോഴിക്കോട് കളക്ടർ വന്നോ? എപ്പോഴാ വന്നത്? വിവാദം ഉണ്ടായതിനു ശേഷം. സ്വന്തം ചെയ്യേണ്ട ഉത്തരവാദിത്തം നിർവഹിക്കാതെ മറ്റുള്ളവന്റെ മേലെ കുതിര കയറുന്ന ഏർപ്പാട് CPM ജില്ലാ സെക്രട്ടറിയുടെ സ്ഥിരം സ്വഭാവം. അതിന്റെ ലക്ഷ്യം സ്വന്തം ആഭ്യന്തര പ്രശ്നത്തിൽ നിന്ന് തലയൂരുക എന്നുള്ളതാണ്.